സമയം രാത്രി 10. കയ്യിലൊരു ബാഗുമായി ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നിൽക്കുന്നു. റോഡിൽ വണ്ടികളില്ല, കടകളില്ല, ആകെ മൊത്തം ഒരു ശൂന്യത. അപ്പോഴാണ് അകലെ നിന്ന് ആരോ വരുന്നത് അവൾ കണ്ടത്. അവൾ അയാളെ തിരിച്ചറിഞ്ഞു. അതെ, കുട്ടേട്ടൻ. അവളുടെ വീട്ടിൽ നിന്ന് കുറച്ചു ദൂരം മാത്രം അകലെയാണ് അയാളുടെ വീട്. എന്താ മോളെ ഈ സമയത്ത് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? അവൾ മറുപടിയായി പറഞ്ഞു, അമ്മയെ നോക്കി നിന്നതാണ്. ബസ് നേരത്തെ എത്തി ഇവിടെ. ഇപ്പോൾ അമ്മയെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. എന്നാൽ പിന്നെ ഇത്രയും സമയമായില്ലേ, ഞാൻ ആക്കിത്തരാമെന്ന് കുട്ടേട്ടനും പറഞ്ഞു. അവരിരുവരും നടക്കാൻ തുടങ്ങി. തോട്ടത്തിനുള്ളിലൂടെ കുറച്ച് നടന്നു വേണം വീട്ടിലെത്താനായിട്ട്. രാത്രിയായാൽ ആ വഴിക്ക് ആൾസഞ്ചാരം നന്നേ കുറവാണ്. പലർക്കും ഭയമായിരുന്നു രാത്രി ആ വഴിക്കിറങ്ങി നടക്കാൻ എന്നതാണ് സത്യം. നല്ല പഴക്കവും വലിപ്പവുമുള്ള ഒരു മരം ആ വഴിയരികിലുണ്ട്. പണ്ടെങ്ങോ ഒരു സ്ത്രീയെ ആ മരത്തിൽ കൊന്ന് കെട്ടിത്തൂക്കിയെന്നും പിന്നീട് അവളുടെ ആത്മാവ് അവിടെ ഉണ്ടെന്നുമാണ് ആളുകളുടെ വിശ്വാസം. പലരും രാത്രിയിൽ അവിടെ ഒരു സ്ത്രീരൂപം കണ്ട് ഭയന്നിട്ടുണ്ടത്രേ. അവർ നടന്ന് ആ സ്ഥലത്തെത്താറായി. അവസാനത്തെ പ്രകാശവും ഇല്ലാതാകുന്ന പോലെ അവർക്ക് തോന്നി. അവിടെ എങ്ങും നിശബ്ദത കളം കിട്ടി. ആകാശത്ത് അപ്പോഴുണ്ടായ മിന്നൽ കിളർപ്പിന്റെ വെളിച്ചത്തിൽ അവൾ ആ മരം വ്യക്തമായി കണ്ടു. പെട്ടെന്ന് കുട്ടേട്ടൻ അവിടെ നിന്നു. എന്താ ചേട്ടാ നിന്നത്? അവൾ വെപ്രാളത്തിൽ അയാളോട് ചോദിച്ചു. അയാൾ മറുപടിയായി പറഞ്ഞു, ഈ സ്ഥലത്തെത്തുമ്പോൾ എന്നും എനിക്ക് ഭയമാണ്. പെട്ടെന്ന് മനസ്സൊന്ന് പിടഞ്ഞു, അതാണ് നിന്നത്. മോള് മുന്നേ നടന്നോളൂ, അതാകുമ്പോൾ പേടിക്കാതെ നടക്കാമല്ലോ. അത് കേട്ടതും അവൾ പെട്ടെന്ന് തന്നെ മുന്നിലേക്ക് നടന്നു. ഒരൽപ്പം നടന്നു നീങ്ങിയപ്പോൾ ആരോ അലറുന്നൊരൊച്ച. തിരിഞ്ഞതും പുറകിലുണ്ടായിരുന്ന കുട്ടേട്ടനെ കാണാനില്ല. അവൾ ഉറക്കെ അയാളെ വിളിച്ചു. അവളുടെ ശബ്ദം ഇടറാൻ തുടങ്ങി. ആ മരങ്ങൾക്കിടയിൽ നിന്ന് അവൾ അയാളുടെ ശബ്ദം വ്യക്തമായി കേട്ടു. ഭയന്ന് വിറച്ച് പതിയെ അതിനരികിലേക്ക് അവൾ നടന്നു. പെട്ടെന്നാണ് പിന്നിൽ നിന്നൊരു കൈ അവളെ തൊടാനായി വന്നത്. ഭയം നലറിക്കൊണ്ടവൾ ഞെട്ടിത്തിരിഞ്ഞു. അമ്മ! ഓ! വിറങ്ങലിച്ചുകൊണ്ടവൾ പറഞ്ഞു. കുട്ടേട്ടൻ എൻ്റെ ഒപ്പമുണ്ടായിരുന്നു. ദാ അവിടെ നിന്ന് ഞാൻ ആ ശബ്ദം കേട്ടു. പറഞ്ഞത് മുഴുമിപ്പിക്കാൻ സമ്മതിക്കാതെ അമ്മ അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. അവരുടെ മുഖം വിയർത്തിരുന്നു. വീടിനുള്ളിൽ കയറി വാതിൽ കുറ്റിയിട്ടു. എന്താ അമ്മേ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? നമുക്ക് ആരെയെങ്കിലും അറിയിക്കാം, പോലീസിൽ വിളിക്കാം. വേണ്ട മോളെ, കുട്ടേട്ടൻ മരിച്ചിട്ട് 2 ദിവസമായി. വഴിയരികിലെ വലിയ മാവിൽ ആത്മഹത്യ ചെയ്തതായിരുന്നു. ജോലി കഴിഞ്ഞ് വന്ന കുട്ടേട്ടൻ്റെ മകളെ 4 പേർ ചേർന്ന് ആ കാട്ടിൽ വെച്ച് ബലാത്സംഗം ചെയ്തു കൊന്നു. ആ പാവത്തിന് അത് താങ്ങാൻ കഴിഞ്ഞില്ല. അവൾക്ക് തല ചുറ്റുന്ന പോലെ തോന്നി. മകളുടെ ഗതി എനിക്കുണ്ടാവാതിരിക്കാൻ ആ അച്ഛൻ എനിക്കരികെ വന്നതാകും.